പുഞ്ചക്കൊയ്ത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുമ്പോഴും നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. ചൂഷണവും ഒഴിവാക്കാൻ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ പ്രഖ്യാപിച്ച നെല്ല് സംഭരണം പാലക്കാട് ഒഴികെ മറ്റൊരിടത്തും നടപ്പാക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെയും കർഷകരെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് മില്ലുകാരുടെ തന്ത്രം. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന മില്ലുടമകളുടെ യോഗത്തിൽ ഔട്ട് ടേൺ റേഷ്യോയിൽ ഇളവ് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ശേഷവും മില്ലുകാരുടെ സഹകരണമില്ലാത്തതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. കുട്ടനാട്ടിലെ ചതുർത്ഥ്യാഗരി, ചമ്പക്കുളം സഹകരണ സംഘങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച സംഭരണം പോലും ജില്ലയിൽ നടപ്പിലാക്കാൻ സഹകരണ വകുപ്പിനായിട്ടില്ല. ഗോഡൌണിലില്ലാത്തതും നെൽവിലയായി കർഷകർക്ക് നൽകാനുള്ള പണമില്ലാത്തതുമാണ് തടസ്സമായത്. കഴിഞ്ഞ വർഷം 47 മില്ലുകളാണ് കുട്ടനാട് താലൂക്കിൽ പുഞ്ചനെല്ല് സംഭരിച്ചത്. എന്നാൽ ഇത്തവണ അമ്പലപ്പുഴ മേഖലയിൽ 13ഉം കുട്ടനാട്ടിൽ 11 മില്ലുകൾ മാത്രമാണ് സംഭരണത്തിന് തയ്യാറായിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശത്തു നിന്ന് പോലും നെല്ല് സംഭരിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ നില തുടരുന്നതോടെ കർഷകരും സർക്കാരും തങ്ങളുടെ ചൊൽപ്പടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മില്ലുകാരുടെ നിസ്സഹകരണം സപ്ലൈകോയെയും സർക്കാരിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.